ആരോപണങ്ങളാണ്. ആലോചിച്ച് നോക്കുക, വളരെ ഗൂഢ രീതിയിലാണ് ഓരോ ആരോപണം വരുന്നത്. അതിലൊരു ആരോപണമാണ് തൃശൂർ പൂരം കലക്കി ADGP. അതായത് സുരേഷ് ഗോപി ജയിച്ചത് തൃശൂർ പൂരം കലക്കിയിട്ടാണെന്നാണ് PV അൻവർ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് അയാളാണ് ആദ്യം ഇതിനെപ്പറ്റി പറയുന്നത്. അതേപോലെ തന്നെ അത് ഏറ്റുപിടിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ K മുരളീധരനും VD സതീശനും. ആലോചിച്ച് നോക്കുക. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അപ്രൈറ്റ് ഓഫീസർ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുകയില്ല. കാരണം അജിത് കുമാറിന്റെ ട്രാക്ക് ആ രീതിയിലാണ്. പിന്നീട് രണ്ടാമത്തെ ലക്ഷ്യം, തൃശ്ശൂർ ജയിച്ചത്, അതായത് സുരേഷ് ഗോപി ജയിച്ചത് ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്യുകയാണ്. ഈ പൂരം കലക്കിയതിന്റെ പേരിലാണ് സുരേഷ് ഗോപി ജയിച്ചത്, അല്ലാതെ വെറുതെ ജയിച്ചതല്ല. 70,000 വോട്ടുകൾക്ക് ഭൂരിപക്ഷം കിട്ടി ജയിച്ച ഒരു കാൻഡിഡേറ്റിനെ പറ്റി പറയുകയാണ്. അപ്പൊ VD സതീശനെതിരെ ഉന്നയിച്ച ആരോപണം എന്തായിരുന്നു? 150 കോടി രൂപ ബാംഗ്ലൂരിൽ നിന്നും, എനിക്കറിയത്തില്ല അതിനകത്ത് പറയുന്നത്, അദ്ദേഹം നിയമസഭയെ പറയുന്നത് കടല് വഴി ഈ മീനിന്റെ വണ്ടിക്കകത്ത് അത് കൊടുങ്ങല്ലൂര് വരുന്നു. അവിടുന്ന് ഈ പണം നേരെ റോഡ് മാർഗം ബാംഗ്ലൂരിൽ തിരിച്ചെത്തുന്നു. ബാംഗ്ലൂരിൽ നിന്നും പണം പോകുന്നു, ബാംഗ്ലൂരേക്ക് തിരിച്ചു വരുന്നു. ഇത് നിയമസഭയിൽ ഓൺ റെക്കോർഡിൽ പറഞ്ഞതാണ് PV അൻവർ. അപ്പൊ VD സതീശൻ അത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ അടുത്തൊരു ആരോപണം CPI ഉന്നയിക്കുന്നു. വയനാട് ദുരന്ത മേഖലയില് ADGP അജിത് കുമാറാണ് അവിടെ ഭക്ഷണം കൊടുക്കണ്ട, അതായത് സന്നദ്ധ സംഘടനകൾക്ക് കൊടുക്കണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഇതൊക്കെ ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഡെലിബറേറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇതിനകത്ത് നുഴഞ്ഞു കയറിയ കുറച്ച് മത തീവ്ര ശക്തികളുണ്ട്. ഇതിനെപ്പറ്റി ഞാനല്ല ആദ്യമായിട്ട് പറഞ്ഞത്, CPM തന്നെയാണ് പറയുന്നത്. ഈ മത തീവ്ര ശക്തികൾ, അതായത് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള കക്ഷികൾ, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നതേ ഉള്ളൂ. അവർ കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ല, ഒരു ബേസിക്കലി പക്ക വർഗീയവാദികളാണ്. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, പാലസ്തീനി അല്ല. ഇവർ ഈ പാർട്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അതിന്റെ വിസിബിലിറ്റിയാണ് ഓരോന്നും കാണുന്നത്. അപ്പം KC വേണുഗോപാലിനെതിരെ PV അൻവർ ആരോപണം മറ്റേ സോളാർ കേസിലെ പ്രതിയുമായിട്ട് ചേർന്ന് MR അജിത് കുമാർ ആ കേസ് ഒതുക്കാൻ ശ്രമിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? കേരള ഗവൺമെന്റ് മാക്സിമം ഈ സോളാർ കേസിലെ അക്യൂസ്ഡ്, അതായത് ആ സ്ത്രീ, ഇവരുടെ കേസുകൾ CBIയിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവര് പച്ചക്കള്ളം പറഞ്ഞ ഒരു അക്യൂസ്ഡ് ആണ്. അത് ഞാൻ നേരത്തെ മുതൽ പറയുന്നതാണ്. അതും പൊക്കിപ്പിടിച്ച് പല ഉദ്യോഗസ്ഥന്മാരും, പോലീസിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിലുള്ള പല ഉദ്യോഗസ്ഥരും എടുത്തു പോകുന്നു. സീനിയർ ആയിട്ടുള്ള പല ഉദ്യോഗസ്ഥരും പറയുന്നത് അവരെ കൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഇതിനകത്തൊന്നും കാര്യമായിട്ടൊന്നുമില്ല, ഈ സ്ത്രീ പറയുന്നത് മുഴുവനും കള്ളമാണ്, ഈ കേസ് തള്ള. അവസാനം CBI എന്താ പറഞ്ഞത്? ഹൈക്കോടതി എന്താ പറഞ്ഞത്? അപ്പൊ KC വേണുഗോപാലിനെതിരെ പറയുന്ന അടുത്ത ആരോപണമാണ്. അപ്പൊ VD സതീശൻ അത് അക്സെപ്റ്റ് ചെയ്തോ? ഇപ്പൊ VD സതീശനെതിരെ 150 കോടിയുടെ ആരോപണം ഉന്നയിച്ച PV അൻവർ പറഞ്ഞ കാര്യം അക്സെപ്റ്റ് ചെയ്തു? എന്റെ ചോദ്യമാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് PV അൻവറേക്കാളും വിശ്വാസം ഏഷ്യാനിലെ വിനു വി ജോണും മറുനാടൻ ഷാജൻ പറയുന്നതാണ്. അതായത് ഒരു ക്രിമിനല് വായി തോന്നുന്നതും മർഡർ കേസിലെയും ചീറ്റിംഗ് കേസിലെയും ഫ്രോഡ് കേസിലെയും ഒരു പ്രതി MLA ആയി, 2ാം പ്രാവശ്യം MLA ആയി, പക്ക തീവ്രവാദി. അവസാനം ഇന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണും, ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവമാണ് ഇതേപോലെ അയാൾ ഈ ഫ്രോഡ് പരിപാടിയൊക്കെ ചെയ്യാൻ കൂട്ടു നിൽക്കുന്നത്. അവസാനം എല്ലാം ദൈവത്തിന്റെ മുകളിലോട്ടൊക്കെ വെക്കുകയാണ്. ഇവിടൊക്കെ മനസ്സിലാക്കേണ്ടതാണ് പൊളിറ്റിക്സ്. അതായത് ഇതിനകത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ഇത് CPMന് കിട്ടിയ ഒരു വലിയ ലൈബിലിറ്റിയാണ് PV അൻവർ. KT ജലീലും അതാണ്, കാരാട്ട് റസാഖും അതാണ് ഉണ്ടാകാൻ പോകുന്നത്.
നിങ്ങൾ ഇവരെയൊക്കെ പരിപോഷിച്ച് എന്താണ് ഈ പാർട്ടിയൊന്നും അറിയാതെ ഇവരെ കയറ്റി നിങ്ങൾ മത്സരിപ്പിച്ച് ലീഗിനെ ഒതുക്കാൻ വേണ്ടി ചെയ്തു. ഇതുപോലെ തന്നെയാണ് CPI ഈ പറഞ്ഞ SDPI PFI ഇവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കി അവസാനം നിങ്ങൾക്ക് അടി കിട്ടി. ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇനി വയനാട് ദുരന്തത്തിലോട്ട് പോകാം. എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പൊ വയനാട് നിങ്ങൾക്കറിയാം, അവിടെ ആദ്യം പോലീസ് വരുന്നു, ഫയർഫോഴ്സ്, പിന്നെ മിലിറ്ററിയാണ്. മിലിറ്ററി മദ്രാസ് എഞ്ചിനീയേഴ്സും കർണാടകയിലുള്ള കേരള കർണാടക സബ് ഏരിയയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും ആർമിക്കാരവിടെ റീഹാബിലിറ്റേഷനായിട്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. ഇതിനകത്ത് ഒത്തിരി മലയാളികളുണ്ട്, പ്രത്യേകിച്ച് മദ്രാസ് എഞ്ചിനീയേഴ്സ്. അവരാണ് അവിടെ പാലവും അതും ഇതൊക്കെ പണിയുന്നത്. വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് മുസ്ലിം, ഞാൻ അറിഞ്ഞതാ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സീനിയർ പട്ടാള ഓഫീസർ പറഞ്ഞത്. എന്താണ് ഇഷ്യൂ? ഞാൻ ചോദിച്ചു എന്തിനാണ് പെട്ടെന്ന് നിങ്ങളിത് കേരള പോലീസ് ഇത് ബ്ലോക്ക് ചെയ്ത്? അവര് ആഹാരം കൊടുക്കുവാണല്ലോ. വൈറ്റ് ടൈഗർ ആണ് അതിനകത്തുള്ള ഗ്രൂപ്പാണോ എന്ന് അറിയത്തില്ല. ഇതിനകത്ത് ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. അവിടെയുള്ള മതതീവ്ര ശക്തികൾക്ക് ഇന്ത്യൻ ആർമിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ടും പല അവർക്ക് ഇന്ത്യൻ ആർമിയോട് മോദിയുടെ ആർമിയാന്ന് അവർ പറയുന്നത്. ഇന്ത്യൻ ആർമിയാണ് വളരെ ലിബറലായിട്ട് ചിന്തിക്കുന്നതാണ് ഇന്ത്യൻ ആർമിയുടെ വേരെന്ന് പറയുന്നത്. ഇപ്പൊ ഇവർ ഈ ഭക്ഷണം കൊടുത്ത് ഈ ആർമിക്കാരോ ഈ ആർമി ഡ്രസ് ഇട്ടവരെ പച്ച തെറി വിളിക്കുക മലയാളത്തിൽ പല ആവർത്തിയായി. കാരണം ഈ പക്ക വർഗീയ തീവ്രവാദികളാണ് ഈ വൈറ്റ് ടൈഗർ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ അത് കയറിയേക്കുന്നത്. ഇത് പല ആവർത്തി വൈറ്റ് ടൈഗർ അവരോട് താക്കീത് കൊടുത്തു. ആർമി ഉദ്യോഗസ്ഥരും പോലീസുകാരൊക്കെ താക്കീത് കൊടുത്തു. ഇവര് തെറി വിളിക്കുവാണ് ആർമി ഉദ്യോഗസ്ഥരെ. അവരവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അപ്പൊ ഫൈനലി ആർമി തന്നെയാണ് കേരള പോലീസിനോടും കേരള അഡ്മിനിസ്ട്രേഷനോടും പറയുന്നത് ഇവരുടെ സേവനം ഇന്നും വേണ്ട. കാരണം ഈ മലയാളികളായിട്ടുള്ള ആർമിക്കാരുണ്ട്, അവരെ തെറി വിളിക്കോ? ഇവര് ഹിന്ദിക്കാരാന്നും പറഞ്ഞ് തെറി വിളിക്കും. ഇമാര് പൊട്ടന്മാരല്ലേ ബേസിക്കലി. ഇവർക്ക് മലയാളികളല്ലേ, ഇവർക്ക് സംഭവം അറിയാം ഇവരെന്താ തെറി വിളിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് മനസ്സിലാക്കുക ഇത് ADGP അജിത് കുമാർ എടുത്ത തീരുമാനമൊന്നുമല്ല. ഇത് മുഖ്യമന്ത്രിയോട് പറയുന്നു. കാരണം ആഭ്യന്തരം പുള്ളിയാണ് കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ. അതിന്റെ കൺട്രോള് ഇത് ബേസിക്കലി കമ്പൈൻഡ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് ആർമിയും കേരള പോലീസും ഒക്കെ ചേർന്നുള്ളത്. അവർ കംപ്ലൈന്റ് ചെയ്യുമ്പോഴാണ് പറയുന്നത് ഈ സംഭവം ഇനി ഈ വൈകിട്ട് ഈ സന്നദ്ധ സംഘങ്ങൾ ആഹാരം കൊടുക്കുന്ന പരിപാടി നിർത്തുക. കാരണം ഇതിനകത്തോട്ട് മതം കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതാണ് ഇവരുടെ പ്രശ്നം എല്ലായിടത്തും. നോക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് CPIയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു അജിത് കുമാറാണ് കാരണം. ഒരു അപ്രൈറ്റ് ഓഫീസറാണ്. ഒരു എന്തുവാണ് റീസൺ? നിങ്ങളുടെ ആൾക്കാര് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി അവിടെ ഇവരെ സർവീസ് ചെയ്യാൻ സെർവ് ചെയ്യാൻ വന്ന പട്ടാളക്കാരെ പച്ചത്തെറി വിളിക്കുന്നു, മലയാളത്തിൽ തെറി വിളിക്കുവാണ്. അത് ഇവർ നോട്ടീസ് ചെയ്ത് കേരള അഡ്മിനിസ്ട്രേഷനോട് പറയുമ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ സർവീസിന് വേണ്ട. അതാണ് പ്രശ്നം ഉണ്ടായത്. അതിനും അജിത് കുമാർ എങ്ങനെയാ കാരണമാകുന്നേ? നിന്റെ സ്വഭാവം ഇങ്ങനെയാണ്, അതിനെ ആര് കൺട്രോൾ ചെയ്യും? അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നവനെ തെറി വിളിക്കുക. കാരണം ആർമി യൂണിഫോം കണ്ടിട്ട് ഇവരുടെ സ്വഭാവം അറിയാലോ. പട്ടാളത്തെയും പാരാമിലിറ്ററി ഇവരൊക്കെ പച്ച തെറി വിളിക്കുക. ഇദ്ദേഹത്തിന്റെ ശത്രു രാജ്യമായിട്ടാണ്, ശത്രുക്കളായിട്ടാണ് ഇന്ത്യൻ ആർമിയെ കാണുന്നത്. ഇതാണ് അവിടെ ഉണ്ടായ യഥാർത്ഥ ഇഷ്യൂ. അതായത് ഞാൻ ഇവിടെ വീണ്ടും പറയുന്നു, ഞാൻ ഈ MR അജിത് കുമാറിനെ കണ്ട് ഒരു പ്രാവശ്യം കണ്ട് 8-10 വർഷം മുമ്പ് എങ്ങാണ്ട് അദ്ദേഹം തൃശ്ശൂരിലെ റേഞ്ച് DIG ആയിട്ട് ഇന്ന് പ്രാവശ്യം വിളിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി അവിടെ ഏതാണ്ടൊരു പ്രശ്നമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട്. അല്ലാതെ എനിക്ക് ഇയാളെ നേരിട്ടറിയാം, എനിക്ക് ഇയാളെ പറ്റി മറ്റുള്ള കാര്യമൊന്നും അറിയത്തില്ല. ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പം അപ്പൊ എനിക്കറിയാവുന്ന പല പോലീസുകാരോടും എൻ്റെ അവരുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത് എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വലിയ വിശ്വസ്തനായിട്ട് ഇയാളെ കൊണ്ടുകിടന്ന് അയാളൊരു നല്ല ഓഫീസറായതിന്റെ പേരിലാണ്. ഇപ്പം കുറച്ച് വർഗീയ ഫാക്ടേഴ്സ് ഈ പാർട്ടിക്കകത്ത് കയറിയിട്ട്, അതായത് CPM-നകത്ത് കയറിയിട്ട് ഒരു അപ്രൈറ്റ് ഓഫീസറെ സ്വർണ്ണക്കള്ളക്കടത്തും അതെല്ലാം തടഞ്ഞതിന്റെ പേരിൽ ക്രൂശിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ബേസിക്കലി ഉണ്ടായത്. എനിക്ക് ഈ P ശശിയായിട്ട് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ഒരിക്കൽ ഞാൻ സംസാരിച്ചേക്കുന്നത് 2001 EK നായനാര് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത്, ആ തെഹൽക്ക ഇഷ്യൂവിന്റെ സമയത്ത്
എനിക്ക് സെക്യൂരിറ്റി ഉണ്ട്, ഡൽഹിയിലുണ്ട്, നാട്ടിൽ വരുമ്പോൾ കേരള പോലീസ് എനിക്ക് സെക്യൂരിറ്റി ആയിരുന്നു. ഇപ്പൊ ഞാൻ പി ശശിയെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഈ സെക്യൂരിറ്റി കേരളത്തിൽ വേണ്ട, അതിന്റെ ആവശ്യമില്ല. അപ്പൊ അയാൾ എന്നെ തിരിച്ചു വിളിച്ച് പറയുന്ന DGPയോട് പറഞ്ഞ ഒരു ലെറ്റർ ഫാക്സ് അയച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി വിഡ്രോ. ഒരു പ്രാവശ്യം ലൈഫിൽ ഇയാളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, അല്ലാതെ ബന്ധമൊന്നും. പിന്നെ പിണറായി വിജയന്റെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അയാൾ വിമർശിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ പോലീസിങ്ങിനെ പല ഭാഗത്തും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഗൂഢാലോചന കേരളത്തിലെ മീഡിയയൊക്കെ ഒരു അപ്രൈറ്റ് ഓഫീസറെ വല്ലാത്ത രീതിയിൽ അടിക്കാൻ നോക്കുന്നു. എന്ത് കാരണത്തിലാണ്? ഒരു ഭാഗത്ത് ഈ സ്വർണ്ണ കള്ളക്കടത്ത് തടഞ്ഞതിനാണോ പെട്ടെന്ന് ഒരു 3 പേര് പെട്ടെന്ന് പഴയ മുസ്ലിം ലീഗുകാർ ബ്ലോക്ക് ആവുന്നു? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാർ. അതിനെ എതിർക്കേണ്ട ആവശ്യമാണ്, നമ്മൾ എതിർക്കേണ്ട ആവശ്യമാണ്. നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. ആലോചിച്ച് നോക്കുക, എത്രമാത്രം ആന്റി സോഷ്യൽ എലിമെന്റ് നടക്കുന്ന ഭാഗമാണ് ഇവിടെ. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഇന്ത്യൻ സിറ്റിസന്റെ ആവശ്യമാണ്. അപ്പൊ അതിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഓഫീസറിനെ തകർക്കാൻ ശ്രമിക്കുന്നു. അവിടെയൊക്കെ ഞാൻ ഈ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും പിണറായി വിജയനോടും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, നിങ്ങളൊരു കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ പണിഷ് ചെയ്യുക, അവരെ മാറ്റി നിർത്തുക. അപ്രൈറ്റ് ആയിട്ടുള്ള ഓഫീസറിനെ ഇതേപോലെയുള്ള ഒരു ക്രിമിനൽ, അതായത് അൻവറിനെ പോലെയുള്ള ക്രിമിനൽ എന്തെങ്കിലും പറഞ്ഞു അതിനെ സപ്പോർട്ട് ചെയ്ത് ജലീൽ പറയുന്നു, കാരാട്ട് റസാഖ് പറയുന്നു, VD സതീശൻ പറയുന്നു. ആദ്യം അൻവർ എന്ന് പറഞ്ഞ ആളുടെ ക്രെഡിബിലിറ്റി എടുക്കുക. അപ്പൊ എന്നിട്ട് ആലോചിക്കുക, ഇയാൾ എന്ത് തെളിവാ തരുന്നത്? കൈരേഖയാണ് തെളിവ്. ഇയാൾ എന്ത് തെളിവാ ഉള്ളത്? ഏതോ ഒരാളുടെ വാട്സപ്പിന്റെ ഇയാള് മാനിപ്പുലേറ്റ് ചെയ്ത് ഫേബ്രിക്കേറ്റ് ചെയ്ത ഓഡിയോ ക്ലിപ്പ് അതെടുത്തിട്ട് പറയും ഇത് മറ്റൊരു സീനിയർ ഓഫീസർ. ആരാണ് ഇത് ഉപയോഗിച്ചത്? ആരാണ് തന്നത്? എന്ത് തെളിവാണ് ഇയാളുടെ കയ്യിലുള്ളത്? മറ്റേ ബിസിനസ്സുകാരനെ കൊന്നു എന്ന് പറയുന്നു, അതെ, MR അജിത് കുമാർ. എന്ത് തെളിവാണ് ഇയാളുടെ കയ്യിലുള്ളത്? ഓരോ കാര്യങ്ങൾ എടുക്കുക. അപ്പൊ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മുഖ്യമന്ത്രി മാറരുത്, ഹോം മിനിസ്റ്ററും ഹോം ഡിപ്പാർട്ട്മെന്റും മാറരുത്. നടപടി എടുക്കുമ്പോൾ നോക്കുക, വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിച്ച നടപടി എടുക്കുക. പിന്നെ കേരളത്തിലെ DGPയെ പറ്റി പറയാൻ ഒരു വാക്കുണ്ട്. അതായത് കേരളം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ADGPയെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള DGP. വലിയ സ്റ്റേറ്റുകളിലൊന്നും DGPമാർ വരാറില്ല. അധികം ADG, അതിന്റെ സ്പോക്സ് പേഴ്സൺ, പോലീസ് സ്പോക്സ് പേഴ്സൺ ഉണ്ട്. ഇപ്പൊ ഇവിടെ ജേക്കബ് പുല്ലൂസ് ഇരുന്നിരുന്നു, ബെഹ്റ ഉണ്ടായിരുന്നു, മറ്റു പലരും ഉണ്ട്, അനിൽകാന്ത് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, എന്തുകൊണ്ടാണ് ഈ MR അജിത് കുമാർ മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന കഴിവുള്ള ഓഫീസറായിട്ട്? എന്തുകൊണ്ടാണ് ഈ ദർബേഷ് സാഹിബ് അയാൾ പുറത്തു വരാത്തത്, കാണാത്തത്? അയാളൊരു കേപ്പബിലിറ്റി ഇല്ലാത്തൊരു ഓഫീസറാണ്. അല്ലെങ്കിൽ സ്വന്തം അയാൾക്കെതിരെ ഇവിടെയുള്ള ഒരാള് കോർട്ടിൽ കേസ് കൊടുക്കുന്നു. അയാൾ പണം മേടിച്ച ബാങ്ക് ത്രൂ ആണ് ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട്. ആ കേസ് പോലും പ്രോപ്പറായിട്ട് ഡീൽ ചെയ്ത് അത് സെറ്റിൽ ചെയ്യാൻ കഴിയാത്ത ഒരു മൺകുണ്ണിയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇപ്പോഴത്തെ DGP. അപ്പൊ അയാളെ വെറുതെ അവിടെ വെച്ചേക്കുവാണ്. അതിന്റെ പേരിലാണ് കഴിവുള്ള ഓഫീസേഴ്സിനെ കൊണ്ട് കാര്യങ്ങൾ നടത്താൻ സാധിക്കൂ. അതാണ് ഈ DGPയുടെ പേര് എവിടെയും വരാത്തത്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം.